go. Let's go. ചറപറയായി ഇടി മതികായി വീണ്ടും വന്നേ പടപടയായി ചറപറയായി ഇടി മതികായി വീണ്ടും വന്നേ വിസ്മയ വർഷം പറക്കാൻ പുത്തൻ വർഷം ഒന്നായി കൂടാൻ മിന്നും വർഷം വന്നല്ലോ വീണ്ടും വന്നേ വിസ്മയ വർഷം പറക്കാൻ പുത്തൻ വർഷം ഒന്നായി കൂടാൻ മിന്നും വർഷം വന്നല്ലോ ഇനി വീട്ടിലിരിപ്പിൻ ബോറില്ല ഗെയിമുകൾ തപ്പിയിറങ്ങണ്ട വചനം പഠിക്കാൻ ഇതിലും നല്ലൊരവസരമില്ല ഇനി വീട്ടിലിരിപ്പിൻ ബോറില്ല ഗെയിമുകൾ തപ്പിയിറങ്ങണ്ട വചനം പഠിക്കാൻ ഇതിലും നല്ലൊരവസരമില്ല My compass complicated ആകും വഴിയനുസരിച്ചില്ലേലോ നിലയ്ക്ക് നിന്നില്ലേലോ My compass complete ആകും ജീസസ് കൂടെയുണ്ടെങ്കിൽ എന്നും നന്നായി ജീവിച്ചാലോ My compass complicated ആകും വഴിയനുസരിച്ചില്ലേലോ നിലയ്ക്ക് നിന്നില്ലേലോ My compass complete ആകും ജീസസ് കൂടെയുണ്ടെങ്കിൽ എന്നും നന്നായി ജീവിച്ചാലോ You are driving in the wrong direction. Please turn around. ഗൂഗിൾ മാപ്പിൽ നോക്കി പോകാൻ കഴിയാത്തൊരു വഴിയാ വൈസിൽ മുഴുവൻ തപ്പിത്തടഞ്ഞാൽ എങ്ങും എത്തൂല ഗൂഗിൾ മാപ്പിൽ നോക്കി പോകാൻ കഴിയാത്തൊരു വഴിയാ വൈസിൽ മുഴുവൻ തപ്പിത്തടഞ്ഞാൽ എങ്ങും എത്തൂല ഇത് വണ്ടികൾ അങ്ങനെ കടന്നു ചെന്നാൽ കഴിയാത്തൊരു വഴിയാ നടന്നു മോടിയും നെറ്റുമടിച്ചാൽ എങ്ങും എത്തൂല Turn right. My compass complicated ആകും വഴിയനുസരിച്ചില്ലേലോ നിലയ്ക്ക് നിന്നില്ലേലോ My compass complete ആകും ജീസസ് കൂടെയുണ്ടെങ്കിൽ എന്നും നന്നായി ജീവിച്ചാലോ My compass complicated ആകും വഴിയനുസരിച്ചില്ലേലോ നിലയ്ക്ക് നിന്നില്ലേലോ My compass complete ആകും ജീസസ് കൂടെയുണ്ടെങ്കിൽ എന്നും നന്നായി ജീവിച്ചാലോ
എന്റെ കൂടെ വന്നു തോന്നിയതൊക്കെ ചെയ്തിടുവാനായി സാത്താൻ എന്റെ ചുറ്റും വന്നു നിന്ന് ചെവി നുറുക്കുമ്പോൾ എന്റെ കൂടെ വന്നു തോന്നിയതൊക്കെ ചെയ്തിടുവാനായി സാത്താൻ എന്റെ ചുറ്റും വന്നു നിന്ന് ചെവി നുറുക്കുമ്പോൾ പോ സാത്താനെ നിന്റെ കൂട്ടു വേണ്ടടാ, നിന്റെ വേലത്തരമൊന്നും എന്നോട് വേണ്ട. നിനക്ക് വേണ്ടതൊന്നും എന്റെ കയ്യിലില്ലടാ, നിനക്ക് വേണ്ടതൊന്നും എന്റെ കയ്യിലില്ലടാ. ടിക്ക 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 ഇനി ട്രിക്കൊന്നും വേണ്ട. ചിക്ക ചുക്ക ചിക്ക 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 ചോ. ടിക്ക 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 ഇനി ട്രിക്കൊന്നും വേണ്ട. ചിക്ക ചുക്ക ചിക്ക 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 ചോ. പൈതല യേശു എന്റെ കൂടെയുണ്ട്, ഞാൻ ദൈവ പൈതല യേശു എന്റെ കൂടെയുണ്ട്. എന്നാളും എപ്പോഴും എല്ലാ നാളും എന്റെ ഹീറോ യേശു എന്റെ ഹീറോ. എന്നാളും എപ്പോഴും എല്ലാ നാളും എന്റെ ഹീറോ യേശു എന്റെ ഹീറോ. പോ സാത്താനെ നിന്റെ കൂട്ടു വേണ്ടടാ, നിന്റെ വേലത്തരമൊന്നും എന്നോട് വേണ്ട. നിനക്ക് വേണ്ടതൊന്നും എന്റെ കയ്യിലില്ലടാ, നിനക്ക് വേണ്ടതൊന്നും എന്റെ കയ്യിലില്ലടാ, നിനക്ക് വേണ്ടതൊന്നും എന്റെ കയ്യിലില്ലടാ. ടിക്ക 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 ഇനി ടിക്കൊന്നും വേണ്ട. ചിക്ക ചുക്ക ചിക്ക 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 ചോ. ടിക്ക 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 ഇനി ടിക്കൊന്നും വേണ്ട. ചിക്ക ചുക്ക ചിക്ക 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 ചോ. ടിക്ക 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 ഇനി ടിക്കൊന്നും വേണ്ട. ചിക്ക ചുക്ക ചിക്ക 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 ചോ. With every breath, we'll praise Him more. This is the day that the Lord has made. With every breath, we'll praise Him more. He died for me, and He rose again. His love for me, everlasting love. His grace runs deep, it never fades. In His warm embrace, my fears evade. Gotta get up and turn around. Gotta get up and dance around. Jump higher, gotta get up and shout His name. Gotta get up and turn around. Gotta get up and dance around. Gotta get up and jump higher. Gotta get up and shout His name. This is the day that the Lord has made. With every breath, we'll praise Him more. This is the day that the Lord has made. With every breath, we'll praise Him more. Gotta get up and turn around. Gotta get up and dance around. Gotta get up and jump higher. Gotta get up and shout His name. ആ വഴിയോ ഈ വഴിയോ ഇത് എന്നാ പൊല്ലപ്പോ. നേർവഴിയോ പെരുവഴിയോ ഇത് എങ്ങോട്ടാണപ്പോ. ആ വഴിയോ ഈ വഴിയോ ഇത് എന്നാ പൊല്ലപ്പോ. നേർവഴിയോ പെരുവഴിയോ ഇത് എങ്ങോട്ടാണപ്പോ. ദിശ തെറ്റാതോടാൻ നേർവഴിയെ പോകാൻ ജീസസ് ആയി കാട്ടും ദ ക്രോസ്. നാ 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 നാ. ദിശ തെറ്റാതോടാൻ നേർവഴിയെ പോകാൻ ജീസസ് ആയി കാട്ടും ദ ക്രോസ്. നാ 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 നാ. ഓ ഓ
ജീവനുമായവൻ ജീസസ് എന്നും വഴികാട്ടി. He is the way, he is the truth, and Jesus is the life and love. Jesus is the life and love. ഈ വേൾഡ് മൊത്തമായ നീ പെട്ടുപോയാൽ പോക്ക, നിൻ ലൈഫിൽ പിന്നെ സത്താൻ കയ്യിൽ പോക. അയ്യോ ഡാർക്കാ ഡാർക്കാ ഡാർക്ക് ലൈഫിൽ പോയാൽ നിൻ ഫ്യൂച്ചർ പിന്നെ വേസ്റ്റാ. ദെൻ ഡാർക്ക് ലൈഫിൽ കം ഔട്ട് ആകാൻ പാടാ. അയ്യോ പാടാ പാടാ ദിശ തെറ്റാതോടാൻ നേർവഴിയെ പോകാൻ ജീസസ് ആയി കാട്ടും ദ ക്രൂസ്. നാ 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 ദിശ തെറ്റാതോടാൻ നേർവഴിയെ പോകാൻ ജീസസ് ആയി കാട്ടും ദ ക്രൂസ്. നാ 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 பிசாசு என்னை தொடாது. அதனாலே தினம் தினம் துடித்திடுவே, அதனாலே தினம் தினம் மகிழ்ந்திடுவே. அதனாலே பிசாசு கிட்ட வராது, அதனாலே பிசாசு என்னை தொடாது. அதனாலே தினம் தினம் துடித்திடுவே, அதனாலே தினம் தினம் மகிழ்ந்திடுவே. நான் ஏசப்பா பிள்ளைதானே, என்னுள்ளில் கள்ளமில்லை, என்னுள்ளம் அவரின் இல்லம். நான் அப்பாவின் சொந்த பிள்ளை, என்னுள்ளம் அவரின் இல்லம். நான் அப்பாவின் சொந்த பிள்ளை. லா 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 லா. லா 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 லா. லா 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 லா. La 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 la. 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 This is the time for music song. Are you ready, boys and girls? Let's go, let's go, let's go, let's go. പടപടയായി ചറപറ ചറപറ ചറപറയായി ഇടി 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 ഇടിമടിയായി വീണ്ടും വന്നേ. പടപടയായി ചറപറ ചറപറ ചറപറയായി ഇടി 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 ഇടിമടിയായി വീണ്ടും വന്നേ. വീണ്ടും വന്നേ വിസ്മയ വർഷം, പറ പറ പറക്കാൻ പുത്തൻ വർഷം, ഒന്നായി കൂടാൻ മിന്നും വർഷം വന്നല്ലോ. വീണ്ടും വന്നേ വിസ്മയ വർഷം, പറ പറ പറക്കാൻ പുത്തൻ വർഷം, ഒന്നായി കൂടാൻ മിന്നും വർഷം വന്നല്ലോ. ഇനി വീട്ടിലിരിപ്പിൻ ബോറില്ല, ഗെയിമുകൾ തപ്പിയിറങ്ങണ്ട, വചനം പഠിക്കാൻ ഇതിലും നല്ലൊരവസരമില്ല. ഇനി വീട്ടിലിരിപ്പിൻ ബോറില്ല, ഗെയിമുകൾ തപ്പിയിറങ്ങണ്ട, വചനം പഠിക്കാൻ ഇതിലും നല്ലൊരവസരമില്ല. My compass complicated ആകും, വഴിയനുസരിച്ചില്ലേലോ, നിലയ്ക്ക് നിന്നില്ലേലോ. My compass complete ആകും, ജീസസ് കൂടെയുണ്ടെങ്കിൽ എന്നും നന്നായി ജീവിച്ചാലോ. My compass complicated ആകും, വഴിയനുസരിച്ചില്ലേലോ, നിലയ്ക്ക് നിന്നില്ലേലോ. My compass complete ആകും, ജീസസ് കൂടെയുണ്ടെങ്കിൽ
in the wrong direction. Please turn around. ഗൂഗിൾ മാപ്പിൽ നോക്കിപ്പോകാൻ കഴിയാത്തൊരു വഴിയാ, വൈസിൽ മുഴുവൻ തപ്പിത്തടഞ്ഞാൽ എങ്ങും എത്തൂല. ഗൂഗിൾ മാപ്പിൽ നോക്കിപ്പോകാൻ കഴിയാത്തൊരു വഴിയാ, വൈസിൽ മുഴുവൻ തപ്പിത്തടഞ്ഞാൽ എങ്ങും എത്തൂല. ഇത് വണ്ടികൾ അങ്ങനെ കടന്നു ചെന്നാൽ കഴിയാത്തൊരു വഴിയാ, നടന്നു മോടിയും ലിഫ്റ്റുമടിച്ചാൽ എങ്ങും എത്തൂല. Turn right. My compass complicated ആകും, വഴിയനുസരിച്ചില്ലേലോ, നിലയ്ക്ക് നിന്നില്ലേലോ. My compass complete ആകും, ജീസസ് കൂടെയുണ്ടെങ്കിൽ എന്നും നന്നായി ജീവിച്ചാലോ. My compass complicated ആകും, വഴിയനുസരിച്ചില്ലേലോ, നിലയ്ക്ക് നിന്നില്ലേലോ. My compass complete ആകും, ജീസസ് കൂടെയുണ്ടെങ്കിൽ എന്നും നന്നായി ജീവിച്ചാലോ. എന്റെ കൂടെ വന്നു തോന്നിയതൊക്കെ ചെയ്തിടുവാനായി സാത്താൻ എന്റെ ചുറ്റും വന്നു നിന്ന് ചെവി നുറുക്കുമ്പോൾ, എന്റെ കൂടെ വന്നു തോന്നിയതൊക്കെ ചെയ്തിടുവാനായി സാത്താൻ എന്റെ ചുറ്റും വന്നു നിന്ന് ചെവി നുറുക്കുമ്പോൾ, പോ സാത്താനെ, നിന്റെ കൂട്ടു വേണ്ടടാ, നിന്റെ വേലത്തരമൊന്നും എന്നോട് വേണ്ട. നിനക്ക് വേണ്ടതൊന്നും എന്റെ കയ്യിലില്ലടാ, നിനക്ക് വേണ്ടതൊന്നും എന്റെ കയ്യിലില്ലടാ. ടിക്ക 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 ഇനി ട്രിക്കൊന്നും വേണ്ട, ചിക്ക ചുക്ക ചിക്ക 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 ചോ. ടിക്ക 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 ഇനി ട്രിക്കൊന്നും വേണ്ട, ചിക്ക ചുക്ക ചിക്ക 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 ചോ. ദൈവ പൈതല യേശു എന്റെ കൂടെയുണ്ട്, ഞാൻ ദൈവ പൈതല യേശു എന്റെ കൂടെയുണ്ട്. എന്നാളും എപ്പോഴും എല്ലാ നാളും എന്റെ ഹീറോ, യേശു എന്റെ ഹീറോ. എന്നാളും എപ്പോഴും എല്ലാ നാളും എന്റെ ഹീറോ, യേശു എന്റെ ഹീറോ. പോ സാത്താനെ, നിന്റെ കൂട്ടു വേണ്ടടാ, നിന്റെ വേലത്തരമൊന്നും എന്നോട് വേണ്ട. നിനക്ക് വേണ്ടതൊന്നും എന്റെ കയ്യിലില്ലടാ, നിനക്ക് വേണ്ടതൊന്നും എന്റെ കയ്യിലില്ലടാ, നിനക്ക് വേണ്ടതൊന്നും എന്റെ കയ്യിലില്ലടാ. ടിക്ക 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 ഇനി ട്രിക്കൊന്നും വേണ്ട, ചിക്ക ചുക്ക ചിക്ക 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 ചോ. ടിക്ക 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 ഇനി ട്രിക്കൊന്നും വേണ്ട, ചിക്ക ചുക്ക ചിക്ക 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 ചോ. ടിക്ക 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 ഇനി ട്രിക്കൊന്നും വേണ്ട, ചിക്ക ചുക്ക ചിക്ക 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 ചോ. This is the day that the Lord has made. With every breath, we'll praise Him more. This is the day that the Lord has made. With every breath, we'll praise Him more. He died for me, and He rose again. His love for me, everlasting love. His grace runs deep, it never fades. In His warm embrace, my fears evade. Gotta get up and turn around. Gotta get up and dance around. Gotta get up and jump higher. Gotta get up and shout His name. Gotta get up and turn
let's go. കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. പെട്ടെന്ന് പഠിച്ചോ. എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. സങ്കീർത്തനം 18:32. ഓക്കെ, ഇപ്പൊ തീരും. പെട്ടെന്ന് വാ. ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. ഓക്കെ, നല്ലൊരു കൈ പറ. എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. മിടുക്കി. ശരി, ഉത്തരം. എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. സങ്കീർത്തനം 18:32. ശരി, നല്ലൊരു ഗൈഡ് എടുത്തു. സങ്കീർത്തനങ്ങൾ 18:32. നിന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും നിന്റെ വഴികളെ കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. മിടുക്കൻ. നീ എന്ന് മാറ്റി. അതിജീവിക്കുക, തടസ്സങ്ങളെ അതിജീവിക്കുക. ഇന്നലെ നമ്മളൊരു വ്യക്തിയെ കുറിച്ച് പഠിച്ചു. ഇന്നലെ ആരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്? മോശയെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആരെ കുറിച്ച് പഠിച്ചു? മോശയെ കുറിച്ച് പഠിച്ചു. മോശ ദൈവത്തെ അനുസരിക്കുകയും ഇസ്രായേൽ ജനത്തെ അടിമനുഖത്തിൽ നിന്നും തന്നെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം മോശയെ അയച്ചു. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. എല്ലാവരും ആരും ശ്രദ്ധിക്കാതിരിക്കരുത്. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു 5 മിനിറ്റ് മാത്രമേ പറയുള്ളൂ. പറയുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. മോശയെ ദൈവം തിരഞ്ഞെടുക്കുകയും അവൻ ഒരു ലീഡറായിട്ട് തന്നെ മുന്നിൽ നിർത്തുന്ന സാഹചര്യത്തിൽ ഒത്തിരി തടസ്സങ്ങൾ വന്നു. മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്നിട്ടും ഒത്തിരി തടസ്സങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവരുന്ന സാഹചര്യത്തിലും ഒത്തിരി പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രതികൂലങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മോശയ്ക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. തടസ്സങ്ങൾ വന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. നമുക്കൊരു ഉറപ്പ് വേണം. തടസ്സം വന്നാലും ആരുണ്ട് കൂടെ? ഉറച്ചു പറ, ആരുണ്ട്? ഉറച്ചു പറ. ഓക്കെ, ദൈവമുണ്ട് എൻ്റെ കൂടെ എന്നൊരു ഉറപ്പ് നമുക്കിന്ന് എപ്പോഴും ഉണ്ടായിരിക്കണം. എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. പക്ഷേ മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ഇസ്രായേൽ ജനത്തിന് ആ ഒരു ഉറപ്പ് ഇല്ലായിരുന്നു. ഇതാ എല്ലാവരും അവിടെ നോക്കിക്കേ, ഒരു ചെങ്കടൽ അവിടെ കാണാം. നോക്കിക്കേ, ഒരു ചെങ്കടൽ. അവിടെ ചെങ്കടലുണ്ട്. നോക്കിക്കേ, നിങ്ങൾ വിചാരിച്ചോളണം, അവിടെ ഒരു ചെങ്കടൽ ഇങ്ങനെ നിൽക്കുകയാണ്. ചെങ്കടൽ. മോശയും ജനവും ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മോശയും ജനവും വന്നുകൊണ്ടിരിക്കുന്നു. ചെങ്കടലിൻ്റെ ഫ്രണ്ടിലെത്തി. പുറകെ നിന്ന് ഫറവോനും സൈന്യവും പുറകെ ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ പ്രശ്നം എത്രയായി? പ്രശ്നം ഇപ്പോൾ ഇരട്ടിച്ച്. മുമ്പ് ഈ ഫറവോനും സൈന്യവും മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫറവോനും സൈന്യവും ചെങ്കടലും. മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ഫറവോനും സൈന്യവും. ഈ മോശയ്ക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു, ദൈവം എന്നെ കൈവിടില്ല. ഉറച്ചു പറഞ്ഞ ദൈവം നമ്മെ ഓക്കെ, എപ്പോഴും ഒരു ഉറപ്പുണ്ടായിരിക്കണം, ദൈവം നമ്മെ കൈവിടില്ല. പക്ഷേ ഈ ഇസ്രായേൽ ജനത്തിനൊരു ഉറപ്പ് ഇല്ലായിരുന്നു. ഇസ്രായേൽ ജനം പറഞ്ഞ എന്താണെന്നറിയാമോ? എന്താണ് പറഞ്ഞത്? എന്താണ്? എടാ, നീ ഞങ്ങളെ കൊല്ലാനാണോ ഇവിടെ കൊണ്ടുവന്നത്? അവിടെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഈ ചെങ്കടലിൽ നിന്ന് ഞങ്ങളെ മുക്കിക്കൊല്ലാൻ വേണ്ടി വന്നത്? പുറകെ നിൽക്കുന്ന ജനം ഏകദേശം 6 ലക്ഷത്തോളം ജനങ്ങൾ ഉണ്ടായിരുന്നു കണക്കിൽ പ്രകാരം. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പുറകിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഫറവോന് സൈന്യത്തെയും കാണാൻ പറ്റുള്ളൂ. മുന്നിൽ നിൽക്കുന്നവർക്ക് ഈ ചെങ്കടൽ കാണാം. ചെങ്കടൽ. പുറകിൽ നിൽക്കുന്നവർക്ക് ഫറവോന് സൈന്യവും, മുന്നിൽ നിൽക്കുന്നവർക്ക് ചെങ്കടൽ. അപ്പോൾ പുറകിൽ നിൽക്കുന്നവർ വിചാരിക്കും എന്നെ ഇപ്പം കൊല്ലും. മുന്നിൽ നിൽക്കുന്നവർ വിചാരിക്കും മുങ്ങിച്ചാവും. ഒന്നിൽ മരണമുറപ്പ്. അങ്ങനെയാണ് അവർ പിറുപിറുത്തത്. ദൈവമേ, നീ ഞങ്ങളെ മുക്കിക്കൊല്ലാനാണോ ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. ജനം പിറുപിറുത്തു. ഇതിനും ഭേദം അവന്മാരെ കഞ്ഞിയും അവന്മാരെ ഇടിയും കൊണ്ട് അവന്മാരെ അടിയും കൊണ്ട് അവിടെ അടിമനുഖത്തിൽ കിടന്നാൽ മതിയായിരുന്നല്ലോ എന്നൊരു ചിന്ത ഉണ്ടായി. പക്ഷേ മോശ ഒരു ധീരനായിരുന്നു. മോശയ്ക്കൊരു ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ ദൈവം എന്നെ കൈവിടില്ല. ആർക്കൊക്കെ ഉറപ്പുണ്ട് എൻ്റെ ദൈവം എന്നെ കൈവിടില്ലെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? എല്ലാവർക്കും ഉറപ്പ് വേണം, എൻ്റെ ദൈവം എന്നെ കൈവിടില്ല. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ.
അവൻ നമ്മെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ദൈവമല്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്: ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? നിങ്ങളുടെ അമ്മ നിങ്ങളെ മറക്കുമോ? ഒരു ലഡു കിട്ടിക്കഴിഞ്ഞാൽ അമ്മ ആർക്ക് തരും? അമ്മ കഴിക്കുമോ? നിങ്ങൾക്ക് തരുമോ? നിനക്ക് തരുമോ നിൻ്റെ അമ്മ ലഡു? തരുമോ? അപ്പോൾ ആരോടാണ് സ്നേഹം? നിങ്ങളോട് സ്നേഹമില്ലേ നിങ്ങളുടെ അമ്മയ്ക്ക്? ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? നിങ്ങളുടെ അമ്മ നിങ്ങളെ മറക്കുമോ? നിങ്ങളെ കൂട്ടാതെ എവിടെയെങ്കിലും പോകുമോ? നിങ്ങൾക്ക് തരാതെ അമ്മ കഴിക്കുമോ? നിങ്ങൾക്ക് തരാതെ അല്ലെങ്കിൽ നിങ്ങളെ ഉറക്കാതെ അമ്മ കിടന്നങ്ങ് ഉറങ്ങുമോ? ഇല്ല. നമ്മുടെ ദൈവവും അത്രത്തോളം. അപ്പം നമ്മുടെ ദൈവം നമ്മെ അറിയുന്ന ദൈവം, നമ്മെ പരിപാലിക്കുന്ന ദൈവം. അവൻ സ്വന്തം കുഞ്ഞിനെ സ്വന്തം അമ്മ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനെ തൻ്റെ അമ്മ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ദൈവം തരുന്ന വാഗ്ദത്തമാണ്. നിങ്ങൾ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല. ആമേൻ. അങ്ങനെയെങ്കിൽ മോശയ്ക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിനെ വിടുവിക്കാമെന്ന് പറഞ്ഞത് ഒരു മനുഷ്യനല്ല. ഒരു മനുഷ്യൻ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം. മനുഷ്യൻ ഇപ്പം പറയാണ്, എൻ്റെ കൂടെ ഒരാൾ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ സഞ്ജു ചേട്ടൻ എൻ്റെ കൂടെ നിൽക്കുകയാണ്. എൻ്റെ അടുത്ത് പറയാണ്, നീ ധൈര്യമായിട്ടിരുന്നോ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നു. ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു ഉദാഹരണം പറയാണ്. ഒരു പട്ടി ഇങ്ങനെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ ഓടി വരികയാണ്. ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ ഓടി വരുന്ന സാഹചര്യത്തിൽ സഞ്ജു ചേട്ടൻ പറഞ്ഞു, നീ ധൈര്യമായിട്ടിരുന്നോടാ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കണം, സഞ്ജു ചേട്ടനെ കാണാനില്ല. ഞാൻ എന്ത് ചെയ്യും? പട്ടി എന്നെ കടിച്ചു കൊല്ലേ? പക്ഷെ ദൈവം അങ്ങനെയാണോ? ദൈവം ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ ദൈവം നമ്മെ കൈവിടുന്ന ദൈവമല്ല. ദൈവം ആ പ്രശ്നത്തിന് മുകളിലൂടെ നമ്മെ കൊണ്ടുപോകുന്ന ദൈവം. ആമേൻ. പ്രശ്നത്തിന് പരിഹാരം നൽകുന്ന ദൈവം. ഓക്കെ. മോശയും സൈന്യവും ഒക്കെ ചെങ്കടലിൽ നിൽക്കുകയാണ്. അപ്പോൾ മോശയും സൈന്യവും ചെങ്കടലിൽ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഇസ്രായേൽ ജനം പുറപ്പെട്ട തന്നെ യുദ്ധവീരന്മാരായിട്ടാണ്. ദൈവം അവരെ അനുഗ്രഹിച്ചാണ് ആമേൻ പുറപ്പെടുവിച്ചത്. അവിടെ അടിയും തൊഴിയും ഇടിയും കൊണ്ട് കിടന്നാലും ദൈവം അവരെ യുദ്ധവീരന്മാരായിട്ടാണ് പുറപ്പെടുവിച്ചത്. അങ്ങനെ ചെങ്കടലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ മോശ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് പറഞ്ഞതാ. മോശ ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിന്റെ സാന്നിധ്യമില്ലാതെ എന്നെ പറഞ്ഞയക്കരുതേ എന്ന് പറഞ്ഞിട്ടാണ് മോശ പുറപ്പെട്ടത്. കർത്താവേ, നീ എൻ്റെ കൂടെ വന്നല്ലാതെ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുതേ. അപ്പോൾ ഇന്നലെ ആരൊക്കെയാണ് ദൈവത്തെ കൂടെ കൊണ്ടുപോയത്? ആരൊക്കെയാണ് ദൈവത്തെ കൂടെ കൊണ്ടുപോയി? ഞാൻ എൻ്റെ ദൈവവുമായിട്ടാണ് ഇവിടെ നിന്ന് കടന്നു പോയത്. ആരൊക്കെയാണ് കൊണ്ടുപോയത്? ആരൊക്കെയാണ്? കൈവക്ക്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. നാം ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ ദൈവവുമായിട്ട് വേണം നാം കടന്നു പോകുവാനായിട്ട്. അങ്ങനെ ഈ ഇസ്രായേൽ ജനത്തെയും മോശയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ മോശ ഇങ്ങനെ സ്വർഗത്തോട് നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് പ്രശ്നം വരുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് കരയരുത്. പ്രതികൂലം വരുമ്പോൾ ഓടിച്ചെന്ന് കരയരുത്. മുട്ടുമടക്കി ദൈവത്തോട് ചോദിക്കണം, അപ്പാ, കർത്താവേ, ദൈവമേ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ ചെങ്കടൽ ചിറ പോലെ നിന്നാലും എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ പ്രതികൂലം എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ഈ ലോകത്തിലെ മനുഷ്യനോട് ചോദിക്കരുത്. മോശ ഓടിച്ചെന്ന് അഹരോനോട് ചോദിച്ചില്ല. അഹരോനെ, നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ഓടിച്ചെന്ന് ചോദിച്ചില്ല. ഞാൻ നീ ഒരുമിച്ചല്ലേ വന്നത്, ഇപ്പോൾ എന്ത് ചെയ്യാം നീ പറ. തിരിഞ്ഞോടി അവന്മാരെ കൊന്നാലോ? എന്നാലേ അഹരോൻ പറയുമല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, തിരിഞ്ഞൊരു യുദ്ധം ചെയ്യാം, എങ്കിൽ അവിടെ കിടന്ന് ചാവേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അഹരോനോട് ചോദിച്ചില്ല. മോശ ആരോടെങ്കിലും ചോദിച്ചോ? യുദ്ധവീരന്മാർ അവിടെ നിൽക്കുകയാണ്, അവരോട് ചോദിച്ചില്ല. മോശ ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കി. നമുക്ക് പ്രതികൂലവും പ്രശ്നവും വരുമ്പോൾ നമ്മൾ ഈ മനുഷ്യരിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കണം. ആരിൽ ആശ്രയിക്കണം? ഉറച്ചു പറ, ആരിൽ ആശ്രയിക്കണം? ദൈവത്തിൽ ആശ്രയിക്കണം. അങ്ങനെ മോശ തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തോട് നിലവിളിച്ചു, കർത്താവേ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? മോശേ, നീ ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇന്ന് കണ്ട മിസ്രൈമ്യരെ നിങ്ങൾ ഇനി ഒരു നാളും കാണുകയില്ല. ഇന്ന് വന്ന കഷ്ടം ഇനി ഒരു നാൾ നിങ്ങൾക്ക് വരത്തുമില്ല. ദൈവം പറഞ്ഞതാണ്, ഇന്ന് കണ്ട മിസ്രൈമ്യരെ, പുറകിൽ നിന്ന് വരുന്നവന്മാരുണ്ടല്ലോ, ഇനി ഒരിക്കലും ആരും കാണാൻ പോകുന്നില്ല. നിന്റെ പ്രശ്നത്തെ ഇനി ആരും കാണാൻ പോകുന്നില്ല. ഈ കഷ്ടത ഇനി നിന്റെ ജീവിതത്തിൽ ഇല്ല. ഈ വരുന്ന പ്രതികൂലം ഇനി നിന്റെ ജീവിതത്തിൽ ഇല്ല. ദൈവം വാഗ്ദത്തം കൊടുക്കുവാനായിട്ട് ഇടയാച്ചിരുന്നു. മോശയോട് പറഞ്ഞു, നീ മുന്നോട്ട് നടക്കാൻ പറ. നീ എന്തിനാണ് ലജ്ജിച്ച് നിൽക്കുന്നത്? ഈ പ്രശ്നം കണ്ട്, ഈ പ്രതികൂലം കണ്ട് നീ എന്തിനാണ് ലജ്ജിച്ച് നിൽക്കുന്നത്? അങ്ങോട്ട് മുന്നോട്ട് നട. എന്തു പറഞ്ഞു? മുമ്പോട്ട് അങ്ങോട്ട് നട. മോശ ഇങ്ങനെ കാല് വച്ചതും ചെങ്കടൽ ചിറ പോലെ നിൽക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. പ്രശ്നത്തിന് മുന്നിൽ ഇങ്ങനെ ഓടി പുറകെ നിന്നിട്ട് പ്രശ്നം നമ്മെ അങ്ങ് വിഴുങ്ങും.
നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്നറിയാമോ? യേശുവിൻ്റെ നാമത്തിൽ നാം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതങ്ങനെ അങ്ങ് മുന്നോട്ട് പോയി നോക്കിയേ. പ്രശ്നമുണ്ടല്ലോ, ഇതെങ്ങനെ അങ്ങ് വഴിമാറി നിൽക്കും. ഈ പ്രശ്നമുണ്ടല്ലോ, ഇതെങ്ങനെ അങ്ങ് വഴിമാറി നിൽക്കും. പിന്നെ ഇവർ നോക്കുമ്പോൾ രണ്ട് സൈഡും പ്രശ്നം. ഇവരിങ്ങനെ ഇങ്ങനെ 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 നോക്കി അങ്ങ് നടന്നു പോവുകയാണ്. ഈ പ്രശ്നത്തെ നോക്കിക്കൊണ്ട് അവർ പുഞ്ചിരിച്ചുകൊണ്ട് അവർ മറുകരയിലേക്ക് കടക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഈ ചാകോ എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ടല്ലോ, അവരുടെ സന്തോഷം കാണുമായിരുന്നു. പിന്നെ മോശേ, ദൈവമേ സ്തോത്രം കർത്താവേ, പിന്നെ അപ്പുറത്ത് ചെന്നങ്ങോട്ട് ആരാധനയാണ്, എൻ്റെ ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങളെ കണ്ട് നാം പുറകോട്ടല്ല, ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോവുക. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. ആമേൻ. ഈ അഹരോൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കിടന്ന് മുങ്ങി ചാവത്തേ ഉള്ളായിരുന്നു. എന്നാൽ മോശയുടെ കൂടെ എൻ്റെ ദൈവം ഉണ്ടായിരുന്നു. ആമേൻ. ദൈവമുണ്ട് എന്നൊരു ഉറപ്പ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക. ഓക്കെ, ആർക്കൊക്കെ ഉണ്ട് ഉറപ്പ്? എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഓക്കെ, ഇന്നത്തെ ചിന്താവിഷയം അത് തന്നെയാണ്. തടസ്സങ്ങളെ അതിജീവിക്കുക, പ്രശ്നങ്ങളുടെ മുകളിലേക്ക് പോകുവാനായിട്ട് നാം ശ്രമിക്കുക. അതിന് നമ്മോട് കൂടെ ആര് വേണം? കുറച്ച് പറ, ആര് വേണം? യേശു വേണം, ദൈവം വേണം. ആമേൻ. നമ്മുടെ പ്രശ്നങ്ങളെക്കാളും വലിയവൻ ആരാണ്? ആരാണ്? ഈ ലോകത്തെക്കാളും വലിയവൻ ആരാണ്? ഇവിടെയുള്ള സകല വിശുദ്ധന്മാരെക്കാളും വലിയവൻ ആരാണ്? ആമേൻ. ഈ ലോകത്തെക്കാളും വലിയവൻ ദൈവം. ഈ സിനിമാ നടന്മാരൊന്നുമല്ല കേട്ടോ. നമ്മുടെ യേശുവാണ് വലിയവൻ, നമ്മുടെ യേശുവാണ് രാജാവ്. കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചതുപോലെ രാജാവായിട്ട് ജനിച്ചത് യേശു രാജാവായിട്ടാണ് ജനിച്ചത്. ഇവിടെ ബാക്കിയുള്ളവരെല്ലാം ഇവിടെ വന്നിട്ടാണ് രാജാക്കന്മാർ ആയത്. എന്നാൽ യേശു ജനിച്ചത് രാജാതി രാജാവായിട്ടാണ്. ആമേൻ. ആ ദൈവം വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ദൈവവും അല്ല. ഇത് നോക്കിക്കേ, ഫറവോനും സൈന്യവും ദാ പോകുന്നു, ദാ പോകുന്നു. അവരുടെ പ്രശ്നങ്ങൾ രണ്ട് സൈഡും നിൽക്കുന്നു. അവരിതാ നല്ല സമഭൂമി പോലെ ദാ അവർ ഈ ചെങ്കടൽ മറുകരയിലേക്ക് കടന്നു. എന്നാൽ പിന്നിൽ നിന്ന് വന്ന ഫറവോനും സൈന്യവും അവരുടെ രഥചക്രങ്ങളെ, അവർ പുറകിൽ നിന്ന് വന്നത് നല്ല യുദ്ധവീരന്മാരായിട്ടുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ടാണ് രഥചക്രങ്ങളുമായിട്ടാണ് വന്നത്. അവരുടെ രഥചക്രങ്ങളെ ദൈവം ഓടിച്ച് തെറ്റുമാറാക്കി. അവരുടെ രഥചക്രങ്ങൾ ഓടാതെ ഇങ്ങനെ കറങ്ങി സ്റ്റക്കായി നിന്നു. അവർ പറഞ്ഞൊരു വാക്കുണ്ട്, അയ്യോ ഇതെൻ്റെ ദൈവമേ, ഇസ്രായേലിൻ്റെ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അവർ പറഞ്ഞൊരു വാക്യമുണ്ട്, ഇസ്രായേലിൻ്റെ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ആമേൻ. നമുക്കിനി തിരിച്ചു പോകാം. തിരിച്ചു പോയാൽ വിടുവോ? മോശയോട് പറഞ്ഞു, അപ്പുറത്ത് കടന്നിട്ട് മോശയോട് പറഞ്ഞു, മോശേ നീ നിൻ്റെ വടി അങ്ങോട്ട് നീട്ടാൻ പറഞ്ഞു. അവർ ചെങ്കടൽ അത് ഒരുപോലെ ആകുവാനായിട്ട് ഇടയായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ അതോടെ അവസാനിച്ചു. അവൻ ഈ നാളുകളിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഒന്നും വലുതല്ല, നമ്മുടെ ദൈവമാണ് വലുത്. കുഞ്ഞുങ്ങളെ, നമ്മളെല്ലാവരും വിശ്വസിക്കണം, പ്രശ്നമല്ല വലുത്, ദൈവമാണ് വലുത്. അവൻ മോശ തൻ്റെ സൈന്യവുമായി പോയതുപോലെ പ്രശ്നങ്ങളുടെ മുകളിൽ കൂടെ നടന്നു പോകുവാൻ നമ്മൾ നടന്നു പോകുവാൻ യേശു ക്രിസ്തു നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ അവൻ മുട്ടുമടക്കുക. മോശ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയതുപോലെ അവൻ പ്രശ്നത്തെ കാണുമ്പോൾ അതിൻ്റെ മുന്നിൽ നമ്മൾ തോറ്റുപോകാതെ പ്രശ്നത്തിൻ്റെ മുന്നിൽ നാം മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ചെങ്കടലിൽ കൂടെ ഒരു വഴി തുറന്ന ദൈവം നമുക്കും ഒരു വഴി ദൈവം തുറക്കും. ഇന്നത്തെ ചിന്താവിഷയം പോലെ തടസ്സങ്ങളെ അതിജീവിക്കുന്നവരായി മാറുക. നമ്മെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ വാക്യം സങ്കീർത്തനം 18:32, എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. നമ്മെ ശക്തി കൊണ്ട് അരമുറുക്കുന്നൊരു ദൈവം ഉണ്ട്. ആ ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കൃത്യമായിട്ട് വാക്യങ്ങൾ പഠിച്ചിട്ട് വരിക, പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക, വെറുതെ ഇരിക്കരുത്. ഓക്കെ, ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.